إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا مس الإنسان ضر دعانا ثم إذا خولناه نعمة منا قال إنما أوتيته على علم بل هي فتنة ولكن أكثرهم لا يعلمون. قد قال الذين من قبلهم فما أغنى عنهم ما كانوا يكسبون. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങേയറ്റം ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനും തഖ്വ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ പ്രായോഗികവൽക്കരിക്കുകയും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി പരിശ്രമിക്കുകയും അവസാന നിമിഷത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി തന്നെ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര ചെയ്യാനുള്ള വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ സൂറത്ത് സുമറിന്റെ 49-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതവുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ചില മനുഷ്യരുടെ നിലപാടിനെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഇദാ മസ്സൽ ഇൻസാനു, അപ്പോൾ മനുഷ്യനെ ബാധിച്ചാൽ, ളുർറുൻ, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ബാധിച്ചാൽ, ദഅാന, നമ്മളോട് അവൻ ദുആ ചെയ്യുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്. ثم إذا خولناه, പിന്നീട് അവന് നാം പ്രദാനം ചെയ്താൽ, നിഅമതൻ മിന്ന, നമ്മളുടെ പക്കൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ, ഖാല, അവൻ പറഞ്ഞു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, ഇതെന്റെ പക്കൽ നിന്നുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിവിടെ സംഭവിച്ചിട്ടുള്ളത്. ബൽ ഹിയ ഫിത്ന, അല്ല, അതൊരു ഫിത്നയാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, അവരിൽ അധികം ആളുകളും അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പരീക്ഷണ ഘട്ടത്തിൽ അകപ്പെടുമ്പോഴുള്ള ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവനിലേക്ക് പെയ്തിറങ്ങുമ്പോൾ തുടർന്നുണ്ടാകുന്ന മാറിയ അവൻ്റെ മാനസികാവസ്ഥയും
അതിനുശേഷം എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള അള്ളാഹുവിന്റെ വെളിപ്പെടുത്തലൊക്കെ അടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. അള്ളാഹു ഒന്നാമതായി പരിചയപ്പെടുത്തിയത് പരീക്ഷണത്തിൽ ഒരു ബുദ്ധിമുട്ടിൽ അകപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസരത്തിൽ രക്ഷയില്ല എന്നുള്ള തിരിച്ചറിവ് ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ പരമാവധി ഭൗതികമായ പരീക്ഷണങ്ങളും പരിശ്രമങ്ങളും ഒക്കെ നടത്തും. ഇനി രക്ഷയില്ല, ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണയിലെത്തുമ്പോൾ പിന്നെ വിളിക്കുന്നത് പടച്ചവനെയാണ്. പലപ്പോഴും ദൈവനിഷേധത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ പരീക്ഷണ ഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് സ്വയം അറിയാതെ തിരിയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള ഒരു ബോധമാണ് ആത്മബോധം എന്നുള്ളത്. അത് ആധുനികമായിട്ടുള്ള പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. മനഃശാസ്ത്രപരമായിട്ടും പലപ്പോഴും തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. തത്വശാസ്ത്രപ്രകാരവും അത് പണ്ട് മുതൽക്കേ വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമാണ്. എത്രയൊക്കെ ദൈവനിഷേധത്തിന്റെ വഴിയിലേക്ക് ഒരു മനുഷ്യൻ സഞ്ചരിച്ചാലും അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യം എന്നുള്ള നിലയ്ക്ക് ദൈവബോധം, ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസം കുടികൊള്ളുന്നു എന്നുള്ളതാണ്. അതാണ് സാധാരണ ഒരു മനുഷ്യനെ നമ്മൾ നിരീക്ഷിച്ചാലും, അതെന്നെക്കുറിച്ച് ഞാൻ നിരീക്ഷിച്ചാലും, സ്വാഭാവികമായ ജീവിതത്തിൽ എൻ്റെതായ കഴിവുകളും എൻ്റെ പ്രാപ്തികളുമൊക്കെ എന്നെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിശ്വാസമാണ് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ എൻ്റെ ചുറ്റുമുള്ള ആളുകളെ കുറിച്ചുള്ള പ്രതീക്ഷയാണ്, വിശ്വാസമാണ്. അതാണ് ആശ്വാസമായി എൻ്റെ ജീവിതത്തിൽ എന്നും നിലകൊള്ളുന്നത്. മക്കളെ സംബന്ധിച്ചിടത്തോളം പിതാക്കൾ സംരക്ഷകരായിട്ടാണ് നിലകൊള്ളുന്നത്. ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരും സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വ നിർവഹണ രംഗത്താണ് നിലകൊള്ളുന്നത്. ഇങ്ങനെ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് മനുഷ്യന്റെ മനോമുകുരത്തിൽ ഒരു സംരക്ഷണ ബോധം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു സുഹൃത്തോ അവന്റെ ഒരു കുടുംബക്കാരനോ അവന്റെ ഒരു പ്രിയപ്പെട്ടവനോ കടന്നു വരുമ്പോൾ ആശ്വാസം കൊള്ളുന്ന ധാരാളം സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ വന്നത് നന്നായി, ഞാൻ വല്ലാത്ത പരിഭ്രമത്തിലായിരുന്നു, വല്ലാത്ത പ്രയാസത്തിലായിരുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മനുഷ്യൻ ആദ്യമായി ആശ്രയിക്കുന്നത് അവന്റെ ചുറ്റുമുള്ള ഭൗതികമായ ചില സംഗതികളെയാണ്. അത് മനുഷ്യന്റെ പൊതുവായ ഒരു സ്വഭാവമാണ്. എന്നാൽ അതൊക്കെയും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ അത് മാനസികമായി തളർന്ന് പരവശനായി എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ മാത്രം മനുഷ്യന് സംഭവിക്കുന്നതാണ്. അതുവരെ എത്ര പറഞ്ഞാലും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ ഒരവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ മാത്രമാണ് അള്ളാഹു എന്നുള്ള ഒരു ബോധത്തിലേക്ക് അവൻ തിരിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഖുർആൻ ആയത്ത് 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോയ അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ. ഭൗതികമായിട്ടുള്ള എല്ലാ സംഗതികളിൽ നിന്നും അവൻ പ്രതീക്ഷ അർപ്പിച്ചർപ്പിച്ച് അവസാനം ഓരോന്നിൽ നിന്നുമുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് അവസാനം ഒരു പ്രതീക്ഷയും ഇല്ലാത്ത ഒരു നിരാശയുടെ ഒരു തുരുത്തിൽ അകപ്പെടുമ്പോൾ ഒരുവന്റെ ഉള്ളിൽ അള്ളാഹു എന്നുള്ളൊരു ബോധമുണ്ടായെങ്കിൽ അവനെ സംബന്ധിച്ചിട്ടാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനേക്കാൾ അപകടകരമായ മറ്റൊരു വസ്തുതയുണ്ട്. അപ്പോഴും അള്ളാഹു ഇല്ലാത്ത ഒരവസ്ഥ. ഇതിനെക്കുറിച്ച് സൈക്കോളജിസ്റ്റുകൾ വ്യക്തമാക്കുന്നത് ഒരു സീറോ മെന്റൽ പവർ എന്നാണ് പറയാറുള്ളത്. മെന്റൽ പവർ എന്ന് പറയാനില്ല, ഒരു സീറോ ലെവലിലേക്ക് അവൻ എത്തിപ്പെടുകയാണ്. അവന്റെ മുന്നിൽ പിന്നീടുള്ളത് ഇരുട്ട് ബാധിച്ച ഒരു മാനസികാവസ്ഥയാണ്.
പ്രതീക്ഷയില്ല, ഒന്നുമില്ലാത്ത ഒരു സീറോ മെന്റാലിറ്റിയിലേക്ക് അവൻ എത്തിപ്പെടുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് ഒരു മനുഷ്യൻ കടന്നു ചെല്ലുന്നത് എന്നാണ് ഇവിടെ മനഃശാസ്ത്രം ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അതിന്റെ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അങ്ങേറ്റം അപകടകരമാണ്. പ്രിയമുള്ളവർ, ഇതൊരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഒരുവൻ അങ്ങേറ്റം പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനെ വിളിക്കണം. അള്ളാഹ് പറയും, ദഅന, അവൻ എന്നോട് ദുആ ചെയ്യും. അള്ളാഹ് പറയും, അവൻ എന്നെ വിളിക്കുകയാണ്. ثم إذا خولناه نعمة منا, എന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അവനിലേക്ക് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അവന്റെ പ്രശ്നങ്ങളൊക്കെ മാറി, അവൻ സമാധാനത്തിലായി, അവൻ സുരക്ഷിതനായി, അവൻ സന്തോഷത്തിലായി, അവൻ ആഹ്ലാദത്തിലായി. ഇതൊക്കെ ഘട്ടം ഘട്ടമായി ഒരു മനുഷ്യനിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. ആ സമയത്ത് അവന്റെ നിലപാട് മാറുന്നതാണ്. ഖാല, അപ്പോൾ അവൻ പറയുന്നത്, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ. ഒരാൾ വന്നിട്ട് ചിലപ്പോൾ ചോദിക്കും, ഓ നിന്റെ അവസ്ഥ എന്തായിരുന്നു? അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നീ ഒരു അവസ്ഥയിൽ എത്തിയല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം അവനിലേക്ക് ഇറങ്ങാനുള്ള ചില മാനദണ്ഡങ്ങൾ കൂടി ഭൗതിക ലോകത്ത് നിശ്ചയിക്കപ്പെടണമെന്നുള്ളതും അള്ളാഹു മുന്നോട്ട് വയ്ക്കുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയും. വെറുതെ അള്ളാഹുവിനെ വിളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ സഹായം എത്താൻ പര്യാപ്തമായ സാഹചര്യങ്ങൾ കൂടി നമ്മൾ ഒരുക്കണം എന്നർത്ഥം. ഇപ്പൊ പലിശയിൽ അകപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ പലിശയിൽ നിലകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു ഉത്തരം നൽകില്ല. അവൻ എന്ത് ചെയ്യണം? പലിശ ഇടപാടുകളിൽ നിന്നും ഒഴിവാകണം. അല്ലെങ്കിൽ അവന്റെ കാഴ്ചപ്പാടിന്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അവനൊരു കച്ചവട മേഖലയിൽ അപകടകരമായ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുള്ളതെങ്കിൽ അവൻ ആ തെറ്റുകളൊക്കെ തിരുത്തി വിജയത്തിന്റെ വഴിയിലേക്ക് തിരിയുമ്പോഴാണ് അള്ളാഹു അവനിലേക്ക് അനുഗ്രഹവുമായി കടാക്ഷിക്കുക. അല്ലാതെ പരാജയത്തിന്റെ വഴിയിൽ തന്നെ നിലകൊള്ളുന്ന ഒരുവൻ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങും എന്ന് ഖുർആനിൽ എവിടെയും വായത ചെയ്തിട്ടില്ല. അതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കണം. പല ആളുകളും അങ്ങനെ പറയാറുണ്ട്, ദുആ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ഒരുപാട് ദുആ ചെയ്ത് നോക്കി, പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. എന്താ ഫലമില്ലാത്തത്? അള്ളാഹുവിന്റെ നിഅമത്ത് ഇറങ്ങാൻ പര്യാപ്തമായ സാഹചര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അവനൊരു വഴിത്താരയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈ വഴിത്താരയിൽ വിജയത്തിന്റെ ഒരുപാട് ടേണിംഗ് പോയിന്റുകൾ, അങ്ങനെ അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. ജീവിതത്തിന്റെ ഒരുപാട് വിജയത്തിന് ടേണിംഗ് പോയിന്റുകൾ അവന്റെ മുന്നിൽ കടന്നിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് ഒരന്ധമായ കാഴ്ചപ്പാടോടുകൂടി അള്ളാഹ് എന്നെ സഹായിക്കും, അള്ളാഹ് എന്നെ സഹായിക്കാം എന്നുള്ള തെറ്റായ ധാരണയോടുകൂടി അവൻ മുന്നോട്ട് പോവുകയാണ്. ഈ തെറ്റായ ധാരണ ഇവന്റെ മനസ്സിൽ ഉണ്ടാകാനുള്ള കാരണം പിന്നെ ഖുർആനെ കുറിച്ചോ ഹദീസിനെ കുറിച്ചോ അള്ളാഹുവിന്റെ നയ നിലപാടുകളെ കുറിച്ചോ ശരിയായ ബോധമില്ലാത്തത് കൊണ്ടാണ്. അതുകൂടി നമ്മൾ ചേർത്ത് വയ്ക്കണം. അല്ലാതെ ഇത്തരം ആയത്തുകളെ കുറിച്ച് വ്യാഖ്യാനിച്ചാൽ അതൊരു അപ്രായോഗികമായിട്ടുള്ള ഒരു തത്വശാസ്ത്രമായിട്ട് മാത്രമേ അതിന്റെ ആശയങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ പരാജയത്തിൽ പെട്ടുപോയ ഒരു മനുഷ്യന് പരാജയത്തിൽ നിന്നും കരകയറാനുള്ള തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ട്. അത് ജന്മസിദ്ധമായിട്ടുള്ള കൊടുത്തതാണ്. അപ്പൊ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ എന്ത് ചെയ്യണം? ഏറ്റവും ഇതിൽ നിന്നും കയറാനുള്ള ഏറ്റവും ശരിയായ മാർഗം ഏതാണ് എന്ന് കണ്ടെത്തൽ അവന്റെ ബാധ്യതയാണ്. ആ വഴിയിൽ നിന്നുകൊണ്ട് അവൻ അതിലൂടെ സഞ്ചരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ സഹായം ആവശ്യം. അപ്പൊ അതിലേക്ക് തിരിഞ്ഞിട്ട് അള്ളാഹുവിന്റെ സഹായം ഇവൻ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ നിഅമത്ത് അവനിലേക്ക് ഇറങ്ങി കൊടുക്കുന്നു. അപ്പോ ഈ വഴിയിലേക്ക് തിരിയാനുള്ള ഇവന്റെ ശേഷിയെ, അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആയത്തെ നമുക്ക് മനസ്സിലാകില്ല. അങ്ങനെ ഒരാൾ പറയുമോ എന്ന് നമ്മൾ ചിന്തിക്കും. ഈ വിജയത്തിന്റെ വഴിയിലേക്ക് തിരിയാനുള്ള അവന്റെ ശേഷിയിലേക്ക് മാത്രം അവന്റെ വിശ്വാസത്തെ പിന്നീട് പരിമിതപ്പെടുത്തുമ്പോഴാണ് ഇതെന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയതാ കേട്ടോ എന്ന ആളുകളോടും പറയുക. അപ്പൊ അള്ളാഹു നിന്നെ സഹായിച്ചു എന്ന് പറയുന്നതിനോടും താല്പര്യം ഉണ്ടാകില്ല. കാരണം എന്താണെന്നറിയോ? ഇവൻ ഈ തെറ്റിന്റെ പരാജയത്തിന്റെ വഴിയിൽ നിന്നും വിജയത്തിന്റെ വഴിയിലേക്ക് തിരിച്ചെത്താനുള്ള ഇവന്റെ പരിശ്രമങ്ങൾ അതിനങ്ങേയറ്റം വില കൽപ്പിക്കുന്നുണ്ട്. അവന്റെ ജ്ഞാനം, അവന്റെ തിരിച്ചറിവ്, അവന്റെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും മുൻനിർത്തിയിട്ടാണ്. ഇന്നലെ ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്,
എനിക്ക് 20 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചെങ്കിലും 50 ലക്ഷം രൂപയുടെ ജീവിതാനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിസ്സാരമായൊരു വിഷയമാണോ? അല്ല. എത്രയോ ആളുകളെ, എത്രയോ വ്യക്തികളെ എനിക്കിന്ന് വ്യാഖ്യാനിക്കാൻ കഴിയുന്നുണ്ട്. നഷ്ടങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് എനിക്ക് കഴിയാതിരുന്ന വല്ലാത്തൊരു തിരിച്ചറിവാണ് ഈ നഷ്ടങ്ങൾ സംഭവിച്ചതിലൂടെ എനിക്ക് ലഭിച്ചത്. ഇനി ഇത്തരം ആളുകളെ കണ്ടാൽ, അവരുടെ സംസാരങ്ങൾ കണ്ടാൽ അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിയെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് ആ ഒരു കഴിവില്ലായിരുന്നു. ഇങ്ങനെ അനുഭവങ്ങളിലൂടെ ഒരുപാട് കഴിവുകളും നേടി, ശേഷികളും നേടി, തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിട്ടാണ് ഇവൻ വിജയത്തിലേക്ക്, വഴിയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോഴും അള്ളാഹുവിന്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ തനിക്ക് വിജയിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നുള്ള ശരിയായ ധാരണയെ ആ ഒരു പോയിന്റിൽ അവൻ കൈയൊഴിയുകയാണ്. വളരെ പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതുവരെയുള്ള അനുഭവങ്ങൾ, ജ്ഞാനങ്ങൾ, സ്വന്തം കഴിവുകൾ, ശേഷികളെല്ലാമാണ് ഉപയോഗപ്പെടുത്തിയവൻ. കാരണം ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സഹായം അവനിലേക്ക് എത്തുകയുള്ളൂ. അതാണ് നിയമം. ആ നിയമത്തിനനുസൃതമായി അവൻ മുന്നോട്ട് പോവുകയും വിജയത്തിന്റെ വഴിയിൽ എത്തിച്ചേരുകയും, വിജയത്തിന്റെ വഴികളിൽ എത്തിച്ചേർന്ന് ധാരാളം ആളുകളുണ്ട്. അവർക്കൊന്നും അള്ളാഹു കൊടുക്കാത്ത ഒരു സഹായം വിജയത്തിന്റെ വഴിയിലേക്ക് എത്തിപ്പെട്ട ഇവൻ അള്ളാഹു പ്രത്യേകമായി നൽകുകയാണ്. അപ്പൊ അവന്റെ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതെന്റെ പരിശ്രമം മൂലമാണ് ഞാൻ വിജയത്തിന്റെ വഴിയിലേക്ക് എത്തിയത് കൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ എനിക്ക് കൈവരിക്കാൻ സാധിച്ചത് എന്നുള്ള ഒരു ചിന്തയിലേക്ക് മാത്രം അവന്റെ കാഴ്ചപ്പാട് പരിമിതപ്പെടുകയാണ്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. അവന്റെ കഴിവും അറിവും ധാരണകളും ഒക്കെ അവൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ ജീവിതാനുഭവങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി, ശരിയാണ്, തെറ്റല്ലത്. പക്ഷെ ഇതുകൊണ്ട് മാത്രമാണ് ഈ വിജയങ്ങളൊക്കെ കരഗതമാക്കാൻ സാധിച്ചത് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെറ്റാണ്. കാരണം അള്ളാഹുവിന്റെ നിഅമത്ത് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതേസമയത്ത് ഈ വഴിയിലൂടെ സഞ്ചരിച്ച ധാരാളം ആളുകൾ ഇന്നും നിഅമത്ത് ഇറങ്ങാത്ത ആളുകളുണ്ട്. അവരിന്നും എന്താണ്, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പ്രതീക്ഷയോടെ കഴിഞ്ഞുകൂടുകയാണ്. എന്നാൽ ഇവന് മാത്രം ആ ഒരു നിഅമത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഇടപെടൽ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനെ ഉൾക്കൊള്ളാതെ ഇവൻ എന്ത് പറയുന്നു? ഖാല, അതിനുശേഷം അവൻ പറയുന്നു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ. ഇതൊക്കെ ഞാൻ നേടിയത് എങ്ങനെയാണെന്നറിയൂ, ഇതെന്റെ അറിവും തിരിച്ചറിവും അനുഭവ പരിജ്ഞാനവും ഒക്കെ കൊണ്ടാണ് എന്നവൻ പറയുന്നു. അപ്പൊ ഇവന്റെ ഈ ഒരു നിലപാട് തെറ്റായ ഒരു നിലപാട് ആണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള ഒരു അവസരമായിട്ടാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്. അള്ളാഹു തിരിച്ചറിയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം അള്ളാഹ് പറയുന്നു, ബൽ ഹിയ ഫിത്ന. ഈ നിഅമത്തായിട്ട് ഞാൻ കൊടുത്ത സാധനം എന്താണെന്നറിയോ? അത് ഫിത്നയാണ് എന്നുകൂടി ഇവൻ തിരിച്ചറിയാൻ വൈകുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇറക്കി കൊടുത്തതെല്ലാം ഭൗതികമായ നിഅമത്താണ്, സമ്പത്താണ്, വസ്തുവകകളാണ്. ഇവൻ അതൊക്കെയാണ് എന്നോട് ചോദിച്ചത്. ഇതിന് ആത്മീയതയുടെ അംശങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെ ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആത്മീയരുടെ വശങ്ങൾ അതിലേക്ക് കടന്നു വരികയുള്ളൂ. ഇപ്പൊ ധാരാളം സമ്പത്ത് കിട്ടിയത് കൊണ്ട് മാത്രം ആത്മീയ ലോകത്തൊരുവൻ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിന് ആത്മീയ വഴികൾക്ക് വേണ്ടി അവന് ആത്മീയ മേഖലകളിൽ അനുഗുണമാകും വിധം അതിനെ ഉപയോഗപ്പെടുത്തിയാൽ, സദഖ ചെയ്താൽ, പാവങ്ങളായ ആളുകളെ സഹായിച്ചാൽ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ടെത്തി അവനിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഈ നിഅമത്തുകളൊക്കെ അവന് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. പക്ഷെ ആ ഒരു ധാരണയിലേക്ക് അവനെ തിരിച്ചുവിടുന്ന ഒരു ബോധമല്ലല്ലോ ഇവന്റേത്. ഇവനെന്താ ചിന്തിക്കുന്നത്? ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയതാണ്, അപ്പൊ പിന്നെ എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, എല്ലാത്തിലും ഞാനാണല്ലോ. അപ്പൊ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ മാറുകയാണ്. അപ്പൊ അല്ലാഹ് പറയുന്നു, ഇവന് ലഭിച്ചതൊക്കെ ഒരു ഫിത്നയാണെന്നുള്ള തിരിച്ചറിവ് ഇവനുണ്ടാകാതെ പോകുന്നല്ലോ. കാരണം ഇതൊരു പരീക്ഷണമാണ്. അതിനുശേഷം അല്ലാഹ് പറയുന്നു, വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഇവൻ മാത്രമൊന്നും അല്ല കേട്ടോ, ഇവനെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഇതുപോലെ ധാരാളം ആളുകളുണ്ട്. പക്ഷേ വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ ഇതിനെക്കുറിച്ച് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ശേഷം അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖദ് ഖാലഹ അല്ലദീന മിൻ ഖബ്ലിഹിം ഫമാ അഗ്നാ അൻഹും മാ കാനൂ യക്സിബൂൻ. നിങ്ങൾ അവനെ മാത്രം കുറ്റപ്പെടുത്തണ്ട. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ എന്ന് പറഞ്ഞതിന്റെ കൃത്യമായ തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രപരമായി നമുക്ക് നൽകുകയാണ്.
ഇപ്പൊ ജ്ഞാനശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ട് നാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 4 തരം വഴികളിലൂടെയാണ് നമുക്ക് കാര്യങ്ങളെ അറിയാൻ കഴിയുക. അതിന് എപ്പിസ്റ്റമോളജി എന്നാ പറയുക. ഒന്ന് ശാസ്ത്രീയമായ വഴികൾ, അതിന് എംപിരിസിസം എന്ന് പറയും. മറ്റൊന്ന് യുക്തിഭദ്രമായ വഴികൾ, ഫിലോസഫിയുടെ വഴികൾ, അതിന് റാഷണലിസം എന്ന് പറയും. മറ്റൊന്ന് ചരിത്രപരമായ അന്വേഷിക്കാനും കണ്ടെത്താനുള്ള വഴികൾ, അതിന് ടെസ്റ്റിമോണിയൽ എന്ന് പറയും. മറ്റൊന്ന് ഇൻറ്റ്യൂഷനാണ്, നമ്മുടെ സ്വന്തം ശേഷിയാണ്. അതിൽ അള്ളാഹു നമ്മളെ ഈ 4-ൽ ഒരു വഴിയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. ടെസ്റ്റിമോണിയൽ ആയിട്ടുള്ള ഒരു അന്വേഷണം നാം നടത്തിക്കഴിഞ്ഞാൽ, ടെസ്റ്റിമോണിയൽ എന്ന് പറയുമ്പോൾ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും ടെസ്റ്റിമോണിയൽ ആയിട്ടുള്ള വഴികൾ തന്നെയാണ്. അപ്പൊ അള്ളാഹു ആ ഒരു വഴിയിലൂടെ നമ്മളെ വഴിതിരിച്ചു വിടുകയാണ്. കാരണം എല്ലാത്തരം അന്വേഷണങ്ങളുടെ വഴികളിലൂടെയും ഖുർആൻ സഞ്ചരിക്കുന്നുണ്ടെന്ന് അർത്ഥം. കാരണം ഈ ജ്ഞാനശാസ്ത്രം പോലുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ലോകത്ത് അവതരിപ്പിച്ചുള്ള പ്രവാചകന്മാർ തന്നെയാണ്. അതിന്റെ പിതൃത്വം ഇന്ന് ഗ്രീക്ക് ഫിലോസഫിയിലുള്ള പല ഫിലോസഫർമാരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഗ്രീക്ക് ഫിലോസഫിക്ക് വിജ്ഞാനം ലഭിച്ചിട്ടുള്ളത് ഈജിപ്തിൽ നിന്നാണ്. ഈജിപ്തിൽ നിന്നുള്ള റിസാലത്തിന്റെ കേന്ദ്രമാണ്. റിസാലത്തിന്റെ വഴികളിലൂടെയാണ് ലോകത്തുള്ള എല്ലാ ജ്ഞാനശാസ്ത്രങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. സാന്ദർഭികമായത് കൂട്ടിച്ചേർത്തു എന്ന് മാത്രം. പറഞ്ഞു വന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു, ഇവൻ മാത്രമൊന്നുമല്ല, നിങ്ങൾ പിന്നിലേക്കൊന്ന് സഞ്ചരിക്കൂ, ടെസ്റ്റിമോണിയൽ ആയിട്ടുള്ള വഴികളിലൂടെ നിങ്ങളൊന്ന് സഞ്ചരിക്കൂ. ധാരാളം ആളുകൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. വലിയ സമ്പന്നരായ ആളുകൾ പാറകൾ പോലും തുരന്ന് വീടുണ്ടാക്കിയവരാണ്. നമ്മൾ ഇന്ന് വലിയ വീടുകളൊക്കെ വെക്കും. എങ്ങനെയാണ്? പാറ പൊട്ടിച്ചെടുത്ത് കൊണ്ടുവരേണ്ടി വരും. പക്ഷെ ഒരു പാറ കാണുമ്പോൾ, ഇന്നിപ്പോ നമുക്കറിയാലോ ക്രഷർ സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കോടിക്കണക്കിന് ആസ്തികൾ നേടിയെടുക്കാൻ മനുഷ്യനെ സഹായിക്കുന്ന ചില ബിസിനസ് മേഖലകളാണ്. എന്നാൽ ഒരു പാറ കാണുമ്പോൾ ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, അതിന് മാത്രം സമ്പന്നത എനിക്കുണ്ട്, ഇത് പൊട്ടിച്ചെടുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, ഇത് പൊട്ടിച്ച് കച്ചവടം ചെയ്യേണ്ട കാര്യം എനിക്കില്ല, ഇത് തന്നെ ഞാനൊരു വീടാക്കി മാറ്റാൻ പോവുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ക്രഷർ മുതലാളി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ എന്തായിരിക്കും വാർത്ത? അയാൾക്കത് പൊട്ടിച്ചെടുത്ത് ബിസിനസ് ചെയ്തുകൂടെ? കോടികളുടെ ആസ്തി അയാളുടെ കൈകളിലേക്ക് വരുമല്ലോ. അപ്പൊ എന്തുമാത്രം സമ്പത്ത് ഉണ്ടായിട്ടായിരിക്കും ഇയാൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്? അപ്പൊ പാറ തുരന്നൊരു വീടുണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം സംവിധാനങ്ങൾ ആവശ്യമാണ്, എത്രമാത്രം പണിക്കാർ പണിയെടുക്കേണ്ടി വരും. അങ്ങനെ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വലിയൊരു കൊട്ടാര സമുച്ചയ സംവിധാന ചിന്താതികളിലേക്ക്, കാഴ്ചപ്പാടിലേക്ക് കടന്നു വന്ന ആളുകളൊക്കെ മുമ്പ് ജീവിച്ചിട്ടുണ്ട് ഇവിടെ. അള്ളാഹ് പറയാണ്, അത് ചരിത്രപരമായ വഴികളിലൂടെ അള്ളാഹു നമ്മളെ കൈപിടിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചതെല്ലാം നിസ്സാരമാണ്. മനുഷ്യന്മാർക്കാണ് ഇതെന്തോ വലിയ സംഭവമായിട്ടൊക്കെ തോന്നുന്നത്. അപ്പൊ നിസ്സാരമായ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഖുർആൻ നമ്മളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഖുർആന്റെ ഒരു ശൈലി അതാണ്. എത്ര അസ്വസ്ഥത അനുഭവിക്കുന്നവനായിരുന്നാലും, ഏതൊക്കെ രൂപത്തിൽ ഇല്ലായ്മകളുടെ ബോധത്തിൽ കഴിഞ്ഞുകൂടുന്നവനായിരുന്നാലും ഖുർആനുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവനെല്ലാം നിസ്സാരമായിട്ട് തോന്നും. അവന് നിശ്ചയിക്കപ്പെട്ട വഴികളിലൂടെ സമാധാന ചിത്തരായിട്ട് എന്ത് ചെയ്യും? അവന് സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ചുറ്റും കാണുന്ന കാഴ്ചകളൊന്നും ഒരിക്കലും ഇവന്റെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതാണ് ഖുർആന്റെ ഒരു മാനസ്മരികമായ ഇടപെടൽ എന്നുള്ളത്. അത് അനുഭവിച്ചറിയാൻ നമ്മൾ തയ്യാറാകണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. പറഞ്ഞു വന്ന വിഷയം, ചരിത്രപരമായ വഴികളിലൂടെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവിടെ ധാരാളം ജനവിഭാഗം ഈ രൂപത്തിൽ പർവ്വതങ്ങളെ തന്നെ അത് പൊട്ടിച്ചെടുത്ത് മറ്റുള്ളവർക്കൊന്നും വിറ്റ് ക്യാഷാക്കാതെ സ്വന്തം വീടാക്കി മാറ്റി ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമ്മള് മദീനയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു 400 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് മദിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എത്തിപ്പെടാൻ സാധിക്കും. ഈ മദിയനിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പാറകൾക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. അത് നമ്മൾ പോയി അതുമായിട്ടൊന്ന് ബന്ധപ്പെട്ടാലേ മനസ്സിലാവുള്ളൂ. ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാകില്ല. നമുക്ക് നമ്മുടെ ഇവിടുത്തെ പാറ പോലെയല്ല, മറ്റൊരു ശൈലിയാണ്. നമുക്ക് വേണമെങ്കിൽ അത് തുരന്നൊക്കെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറച്ചുകൂടി കാഠിന്യം കുറവുള്ള പാറകളാണ്. അപ്പൊ ഈ പാറകളെ തന്നെ ഇവരെടുത്തിട്ട് വലിയ വീടുകളാക്കി മാറ്റും. അന്ന് അവരുടെ അഭിമാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളവും അത് തന്നെയായിരുന്നു. അപ്പൊ പാറകൾ തന്നെ ഇങ്ങനെ പൊട്ടിച്ച് വീടുണ്ടാക്കി സ്വയം വീടാക്കി മാറ്റിയിട്ടുള്ള വലിയ കഴിവുള്ള എഞ്ചിനീയറിംഗ് രംഗത്തൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വലിയ കഴിവുള്ള ആളുകളൊക്കെ ആയിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. മുമ്പുള്ള കുറെ ആളുകൾ ഇതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹത്തിന്റെ ഉത്തുംഗതയിൽ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ കാലങ്ങളിലൂടെ ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു പ്രത്യേകം ബോധ്യപ്പെടുത്തുകയാണ്. പക്ഷേ അവർക്കൊന്നും അവർ സമ്പാദിച്ചതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ലെന്നാണ്. എല്ലാ
എല്ലാം ഇങ്ങനെ സമ്പാദിച്ചു, എന്നിട്ട് അങ്ങനെ ജീവിച്ചു. ഒരു സമയമെത്തിയപ്പോൾ അവരുടെ അജലെത്തി, ജീവിതത്തിന്റെ പര്യവസാനമായി. അപ്പോൾ മലക്കൽ മൗത്ത് വന്ന് പിടിച്ചുകൊണ്ടുപോയി. അതിനിടയിൽ എന്തൊക്കെയോ അവർ സംസാരിച്ചുകൊണ്ട് നടന്നിരുന്നു. പ്രത്യേകിച്ച് അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനം ഉണ്ടായതുമില്ല. അല്ലാഹു പറയാണ്. അതിനുശേഷം അല്ലാഹു പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഫഅസ്വാബഹും സയ്യിഅതു മാ കസബു വല്ലദീന ളലമു മിൻ ഹാഉലാഇ സയസീബുഹും സയ്യിഅതു മാ കസബു വമാ ഹും ബിമുഅ്ജിസീൻ. അങ്ങനെ അവർ സമ്പാദിച്ചത് മുഖേന ഫഅസ്വാബഹും സയ്യിഅതു മാ കസബു, അവർ സമ്പാദിച്ചത് മുഖേന അവർക്ക് എന്താണ്, ദൂഷ്യഫലങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടായത്. വല്ലദീന ളലമു മിൻ ഹാഉലാഇ സയസീബുഹും സയ്യിഅതു മാ കസബു. ഇങ്ങനെയുള്ള അതിക്രമകാരികളായ ആളുകൾ അവർക്ക് പിന്നീട് ഒരുപാട് പ്രയാസങ്ങൾ അവരിലേക്ക് ബാധിക്കാൻ പോവുകയാണ്, ദൂഷ്യങ്ങൾ ധാരാളം ബാധിക്കാൻ പോവുകയാണ്. വമാഹും ബിമുഅ്ജിസീൻ. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ഒന്നും ഒരിക്കലും ഇവർക്ക് തോൽപ്പിക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവന്റെ പരിശ്രമത്താൽ ഇവൻ എന്ത് ചെയ്തു, വിജയത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു. വിജയത്തിന്റെ വഴിയിൽ എത്തിപ്പെടുന്ന ഒരാൾക്ക് അള്ളാഹു സഹായത്തിന്റെ ഹസ്തം നീട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ മഴകൾ അവന്റെ മേൽ പെയ്തിറങ്ങും എന്നുള്ളത് ഖുർആന്റെ വാഅദയാണ്, ഹദീസിന്റെ വാഅദയാണ്. വാഅദ എന്ന് പറഞ്ഞാൽ വാഗ്ദാനം. അത് പുലർന്നല്ലേ പറ്റൂ. അള്ളാഹുവിന്റെ സഹായം എത്താൻ പര്യാപ്തമായ ഒരു പോയിന്റിലേക്ക് അവൻ എത്തിയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു, അവനിലേക്ക് നിഅമത്തുകൾ ഇറക്കി. നിഅമത്തുകൾ ഇറക്കിയപ്പോ അവൻ എന്ത് ചെയ്തു, അള്ളാഹ് ഇറക്കിയ നിഅമത്ത് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടിട്ട് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇതെന്റെ കഴിവുകൊണ്ട് ഞാൻ നേടിയതാണ്. കാരണം അവന്റെ കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഉണ്ട്, ഉറപ്പാണ്. അതവന്റെ വഴിയിലൂടെ അവൻ തിരിച്ചറിയുകയാണ്. പക്ഷെ ഒരു വഴികൾ മാത്രം ഒരു നാണയത്തിന്റെ ഒരു വശം മാത്രം നോക്കിയിട്ടാണ് ഇവന്റെ ജീവിതത്തെ വിലയിരുത്തിയത്. അതാണ് ഇവന് സംഭവിച്ച അബദ്ധം. എന്നാൽ അതിന്റെ ഒരു മറുഭാഗമുണ്ട്. വിജയത്തിന്റെ വഴിയിൽ എത്തിയിട്ടും സമയമായിട്ടില്ല, അല്ലെങ്കിൽ നല്ലതല്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു പല ആളുകളുടെയും ഭൗതികമായ അനുഗ്രഹങ്ങളെ തടഞ്ഞിട്ടുണ്ട്. അവർക്ക് പാരത്രികമായ വിജയമാണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോ മൂസാ നബി അലൈഹി സ്വലാമയെ കുറിച്ച് അദൃശ്യജ്ഞാനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഹിദർ നബി അലൈഹി സ്വലാമയോടൊപ്പം മൂസാ നബി അലൈഹി സ്വലാമെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യാത്രയിൽ കൂടെ കൂട്ടാനുള്ള ഒരു നിയമമുണ്ടാക്കി. ആ യാത്രകളിൽ സംഭവിച്ച കുറെ കാര്യങ്ങളെ കുറിച്ച് സൂറത്തുൽ കഹഫ് വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഒരേ ഒരു സംഭവം, ഒരു നല്ല ആരോഗ്യവാനായ നല്ല ഒരു ചെറിയ ഒരു കുഞ്ഞിനെ, നല്ല സൗന്ദര്യമുള്ള നല്ല ഒരു ചുറുചുറുക്കുള്ള ഒരു കുട്ടിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഖിദർ നബി അലൈഹി സ്വലാം കൊന്നു കളയുന്നുണ്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിക്കുന്നു, നമ്മൾ ആലോചിച്ച് നോക്കുക, ആ കഥ നമുക്കറിയാവുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ്. പക്ഷെ ആ കുഞ്ഞ് മരണപ്പെട്ട ആ കുഞ്ഞിന്റെ വീട്ടിലെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കുറെ കാലം കാത്തിരുന്നിട്ടാണ് നല്ല ഒരു ചുറുചുറുക്കുള്ള ഒരു കുഞ്ഞിനെ നല്ലൊരു ആൺകുട്ടി അവർക്ക് കിട്ടിയത്, ആ മാതാപിതാക്കൾക്ക്. അവർ വന്ന് നോക്കുമ്പോൾ കുട്ടി ഇതാ മരണപ്പെട്ട് കിടക്കുന്നു. ആ സമയത്ത് ആ മാതാപിതാക്കളുടെ വിലാപം, മനപ്രയാസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്തൊക്കെ മനപ്രയാസങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ. പക്ഷേ ഖിദർ നബി അലൈഹി സ്വലാമാണ് ഇവർക്കൊന്നും അറിയാത്ത വലിയൊരു യാഥാർത്ഥ്യം, ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നത്. ഈ കുട്ടി എങ്ങാനും ജീവിച്ചിരുന്നാൽ ഇവർക്ക് വലിയ നാശമാണ്. നല്ല സ്വാലിഹീങ്ങളായ മാതാവും പിതാവുമാണ്. അപ്പൊ ഈ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ആ കുഞ്ഞിനെ എന്ത് ചെയ്തു, ഖിദർ നബി അലൈഹി സ്വലാം കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. കാരണം കുറെ കാലത്തിന് ശേഷം അള്ളാഹു എന്ത് ചെയ്യും, വലിയൊരു നിഅമത്തായിട്ട് ഇവർക്ക് മറ്റൊരു കുഞ്ഞിനെ കൊടുക്കും. ആ കുഞ്ഞ് നല്ല കുഞ്ഞായിരിക്കും, ഇവരുടെ എല്ലാ നന്മകളെയും പൂർവാധികം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന നല്ലൊരു കുഞ്ഞായിരിക്കും. ആ കുഞ്ഞു കൊണ്ട് അവരനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനുഗ്രഹത്തെ അള്ളാഹു എടുത്തു മാറ്റുന്നത്. അപ്പൊ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്, ആ കുഞ്ഞ് മരണപ്പെടുന്ന സമയത്ത് അള്ളാഹു നിശ്ചയിച്ച അതിർത്തികളൊന്നും ലംഘിക്കാതെ ക്ഷമയോടുകൂടി, എന്നാൽ അങ്ങേയറ്റത്തെ മനപ്രയാസത്തോടുകൂടി അവർ നിലകൊള്ളുമെന്നുള്ളതാണ്. ആ നിലകൊള്ളുന്ന മേഖലയാണ് അടുത്ത കുഞ്ഞിനെ പ്രദാനം ചെയ്യുന്ന ഇവരുടെ നിയാമത്തിന്റെ വഴി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതാണ്, എന്ത് പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷെ പ്രയാസത്തെ തരണം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രയാസത്തിനുമപ്പുറം ഒരു നിഅമത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു മേഖലയിൽ നമ്മൾ എത്തിപ്പെടണം. ഇത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാതെ ആ പരാജയത്തിന്റെ വഴിയിൽ തന്നെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സഹായം ഇറക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് നിയമം. സൂറത്തുൽ മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. അപ്പൊ മുസ്ലിം, നിങ്ങൾക്ക് സഹായം ആവശ്യമാണ്.
ഇന്ത്യ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം സഹായം ആവശ്യമാണ്. പലപ്പോഴും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തുകയും ആശങ്കാകുലരാക്കുകയും ചെയ്യുന്നു. മുസ്ലിം ലോകം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരെവിടെയാണോ നിലകൊള്ളുന്നത്, പിരാട്ടുപെട്ടക്കാരായ എന്നെപ്പോലുള്ള ആളുകളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതൊരു തെറ്റായ നടപടിക്രമത്തിലാണോ നിലകൊള്ളുന്നത് അവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സഹായം ഇറക്കുമോ? ഒരിക്കലുമില്ല. സഹായം ഇറക്കിയെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ വലിയ റഹ്മത്തിന്റെ ഫലമാണ്. അപ്പൊ നമ്മുടെ മാർക്കറ്റുകളെ കുറിച്ച് നാം ഒന്ന് പരിശോധിച്ചു നോക്കുക. ഒരു കുറ്റപ്പെടുത്തലിന് വേണ്ടി പറയുന്നതല്ല, യാഥാർത്ഥ്യങ്ങളാണ്, എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരാളെയും നേർക്ക് നേരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ. ഇന്നലെ ഒരു സഹോദരൻ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? ഈരാറ്റുപേട്ടയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയുടെ ഭാരവാഹികൾ അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് പൈസ കൊടുക്കാനുണ്ട്, കൊടുക്കുന്നില്ല. ആ ഒരു പൈസ കിട്ടിയെങ്കിൽ തന്നെ എൻ്റെ കടം ഒരു പരിധിവരെ എനിക്ക് പരിഹരിക്കാൻ കഴിയും എന്നാണ്. അത്രത്തോളം മാരകമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള. പള്ളിയാണ്, പള്ളിയുടെ ആളുകളാണ് ഇവിടെ കാശ് കൊടുക്കാത്തവര്. നമ്മൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ മാത്രമായിട്ടുള്ളതുകൊണ്ട് പറയാണ്. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ, എത്രയോ നാടുകളുടെയൊക്കെ പള്ളിയുടെ അവസ്ഥ എന്താണ്? 100% ഖുർആനും ഹദീസും അനുസരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല. എല്ലാം ആലിമീങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ പള്ളിയുടെ കമ്മിറ്റിക്കാരുടെയൊക്കെ ഒരു തന്ത്രത്തിനൊക്കെ ഒന്ന് വശംബദ്ധരായി നിന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, മുന്നോട്ട് പോകാം. പക്ഷെ അതിനെ ചോദ്യം ചെയ്താൽ പിറ്റേന്ന് ജോലി തെറിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ സത്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആളുകൾ, പൊതുജനങ്ങൾ പരാതിപ്പെടുന്നു, ആലിമീങ്ങൾ ശരിയായത് പറയുന്നില്ല, സത്യത്തിൽ നിലകൊള്ളുന്നില്ല. നിലകൊള്ളുമ്പോൾ ആലിമീങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നു എന്നാണ്. എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ദീനല്ല എന്നുള്ളതാണ്. ഇതൊന്നും ദീനല്ല, വേറെന്തൊക്കെയോ താല്പര്യങ്ങളാണ് എല്ലാവരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണോ വിജയത്തിന്റെ വഴി എന്ന് പറഞ്ഞത്? ഒരിക്കലുമല്ല. വിജയത്തിന്റെ വഴി ഇതല്ല. അള്ളാഹുവിന്റെ സഹായം ഇറങ്ങാൻ പര്യാപ്തമായ ഒരു മേഖലയല്ല. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് പടച്ചവനെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പൊതുവായ അവസ്ഥകൾ, സമീപനങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുക. പലപ്പോഴും അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇറക്കിയ ഒരു പരീക്ഷണമാണോ ഇത് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. ഈ ശത്രുവിനെ ഇറക്കാൻ ഞാനൊരു കാരണമാണോ? അതാണ് ഞാൻ പരിശോധിക്കേണ്ടത്. ഈ ശത്രു ഇറങ്ങാൻ ഞാനൊരു കാരണമാണോ? അങ്ങനെ ചിന്തിച്ചതിന് ശേഷം അവർക്കെതിരെ നമുക്ക് ചിന്തിക്കാം, അതാ നല്ലത്. പക്ഷെ എന്നെ ഏറ്റവും നല്ല ഒരു വ്യക്തിയായി മാറ്റി ഞാൻ എന്തുകൊണ്ടും നല്ലതാണ്, നല്ല സർവ്വസമ്പൂർണനാണ് എന്നുള്ള ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? അത് വലിയൊരു യാഥാർത്ഥ്യം മറച്ചു വെക്കലാണ്. ഒരുപാട് പോരായ്മകൾ എനിക്കുണ്ട്. ഞാൻ ആളുകളെ വഞ്ചിക്കാറുണ്ട്, പറ്റിക്കാറുണ്ട്. പല ആളുകൾക്ക് ഞാൻ ഇന്ന് പൈസ കൊടുക്കാനുണ്ട്, ഞാൻ കൊടുക്കില്ല. അങ്ങനെയുള്ള എൻ്റെ ജീവിതത്തിലേക്ക് അള്ളാഹു ഒരു പരീക്ഷണം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ പടച്ചവൻ എൻ്റെ ചെയ്തികൾ മൂലം സംഭവിച്ചത് പോയതാണല്ലോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മനുഷ്യന് കൂടുതൽ താല്പര്യം അതിനെതിരെ ചിന്തിക്കാനാണ്. പറഞ്ഞൊന്ന് വിഷയം, വിജയത്തിന്റെ തുരുത്തുകൾ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങാൻ പര്യാപ്തമായ ഒരു സാഹചര്യം എന്നാണ്. അവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകളൊക്കെ നല്ലവരായിരിക്കും, നന്മകളുള്ളവരായിരിക്കും. അപ്പൊ ആ രൂപത്തിൽ ആണ് ഇവിടെ അള്ളാഹു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇത് ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഞങ്ങൾ നേടിയതാണ് എന്ന് പറയുന്ന ഒരു മാരകമായ ഒരു തെറ്റിന്റെ വഴിയിലേക്ക് ഒരു മനുഷ്യൻ സംഭവിക്കുമ്പോൾ, ഒരു മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചത്. കാര്യങ്ങളെ ശരിയാമിതം മനസ്സിലാക്കാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി അള്ളാഹു നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമതൊന്നുകൂടി ഉണർത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവലം യഅലമു അന്നല്ലാഹ യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യുഅ്മിനൂൻ. അല്ലാഹു പറയുന്നു, അവലം യഅലമു, അവർ അറിയുന്നില്ലയോ, അന്നല്ലാഹ യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു റിസ്ഖ് വിശാലമാക്കുകയും അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു റിസ്ഖ് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു എന്നവർ അറിയുന്നില്ലയോ. ഇതാണ് നേരത്തെ സൂചിപ്പിച്ച വിഷയം. അതായത് വിജയത്തിന്റെ വഴികളിലേക്ക് എത്തിയാലും അള്ളാഹുവിനറിയാം ഇപ്പോൾ അവനത് ഖൈറല്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നല്ല ചുറുചുറുക്കം നല്ല ഒരു കുഞ്ഞിനെ കിട്ടുക, ഈ കുഞ്ഞ് വളർന്നു വരിക എന്നുള്ളത് നല്ലതല്ല. അതൊരു പരീക്ഷണമായിട്ട് അള്ളാഹു ഇറക്കാണ്.
അപ്പൊ കുഞ്ഞ് മരണപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ എത്രമാത്രം സ്വബറിന്റെ വഴികളിലൂടെ ഇവർ സഞ്ചരിക്കുമോ, അടുത്ത ഒരു കുഞ്ഞിനെ ഇറക്കി കൊടുക്കാൻ പര്യാപ്തമായ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവരെത്തുമോ, അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ പരലോകവുമായി അതിന് ബന്ധമുണ്ട്, ഇഹലോകവുമായിട്ടും ബന്ധമുണ്ട്. പരലോകവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ കുഞ്ഞ് മരണപ്പെടുന്ന സമയത്ത് ഇവരുടെ ക്ഷമ, ഇവരുടെ സഹനം, ഇങ്ങനെയുള്ള കുറെ നന്മകളുണ്ടാവും. ഇതിനൊക്കെ വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കുഞ്ഞിനെ കൊച്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസുണ്ട്. അതായത് മലായികത്തുകളോട് അല്ലാഹു ചോദിക്കും അത്രേ, എൻ്റെ പ്രിയപ്പെട്ടവന്റെ കരളിന്റെ കഷ്ണത്തെ നിങ്ങൾ പിടിച്ചെടുത്തു എന്ന് ചോദിക്കും. മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ മലായികത്തുകൾ പറയും അതെ. അപ്പോൾ പറയും അങ്ങനെയെങ്കിൽ വലിയൊരു മാളിക സ്വർഗലോകത്ത് അവന് വേണ്ടി പണിതിടുക, ഇവൻ സ്വർഗത്തിൽ പോകുന്നു ഉറപ്പ്. അതിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടാനും പറഞ്ഞു. അത്രമാത്രം പരലോകത്ത് സംഭവിക്കുകയാണ്. അപ്പൊ പരലോകത്ത് എത്തുമ്പോൾ പറയും, പടച്ചവൻ എൻ്റെ എല്ലാ മക്കളെയും ഈ കുട്ടിക്കാലത്ത് തന്നെ മരിപ്പിച്ചിട്ട് കുറച്ചുകൂടി വലിയൊരു മഹത്വം എനിക്ക് ഈ ഭൂമിയിൽ അല്ല ഈ എന്താണ് ആത്മീയ ലോകത്ത് സ്വർഗത്ത് നൽകിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് മനുഷ്യൻ പറയുന്ന പറയാം. ഈ ലോകത്തെ നിഅമത്തുകളെ അള്ളാഹു തടഞ്ഞു നിർത്തുന്നത് കൊണ്ടോ അതിനെ പിടിച്ചെടുക്കുന്നത് കൊണ്ടോ ദുഃഖത്തിന്റെ അങ്ങേയറ്റത്തേക്കൊന്നും എത്തേണ്ട ആവശ്യമില്ല. ഇതെന്റെ പരലോക വിജയത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു വഴിയാണ് എന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ എന്താണ്, അള്ളാഹു സാമ്പത്തിക രംഗത്തെ പരീക്ഷണം ഇറക്കി. ഇത് പരലോകത്തേക്ക് എന്റെ വിജയത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ്. എന്തെങ്കിലുമൊക്കെ നിഅമത്തുകളെ അള്ളാഹു തിരിച്ചെടുക്കുമ്പോൾ ആ ഒരു ബോധത്തോടു കൂടി അപ്പോഴും മാനസികമായിട്ട് തളരാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ അത്ഭുത ജീവിയായിട്ട് മാറണം. മുഅ്മിനിന്റെ പ്രത്യേകത എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബുദ്ധിമുട്ട് വന്നാലും അൽഹംദുലില്ലാഹ് പറയും, സന്തോഷം വന്നാലും അൽഹംദുലില്ലാഹ് പറയും. ഇതെന്തൊരു ജീവിയാണിത്? അങ്ങനെ ഒരു ജീവിയുണ്ടോ? സാധാരണ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് കരയും, പ്രയാസപ്പെടും, ബുദ്ധിമുട്ടും, സ്വന്തം അനുഭവങ്ങളെ ശപിക്കും. ഇതൊന്നും അല്ല, അപ്പോഴും അൽഹംദുലില്ലാഹ് പറയും. കാരണം എന്താണ്? അവന്റെ ബോധം ഇതിന് പകരം പരലോകത്ത് ഇൻഷാ അല്ലാഹ് എനിക്ക് വലിയ സൗഭാഗ്യങ്ങൾ നൽകും. ഇത് വേദന അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്കുള്ള സമാശ്വാസമാണ്. വേദനയുണ്ടോ ഉള്ളില്? വേദനിക്കണ്ട. നിങ്ങളുടെ ഓരോ വേദനകളുടെയും അളവും ആഴവും പരപ്പും അറിയാവുന്ന അല്ലാഹു അത് വേറെ ഒരാൾക്കും ഒപ്പിയെടുക്കാൻ കഴിയില്ല. ഏത് വിഷയത്തിലും ആയിക്കോട്ടെ. നിങ്ങളുടെ പരലോകത്തിന്റെ ആ മഹത്വം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ക്ഷമിക്കും തോറും മലായികത്തുകൾ ആകാശ ലോകത്ത് നിന്നുകൊണ്ട് ഇതെന്തൊരു അത്ഭുതകരമായ ജീവി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മഗ്ഫിറത്ത് തേടിക്കൊണ്ടേയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഞാൻ പറയുന്നതല്ല. അതുകൊണ്ട് ഇടുക്കങ്ങൾ സംഭവിച്ചാൽ ഇടുക്കങ്ങൾ സംഭവിച്ചോട്ടെ, ഇത് അള്ളാന്റെ തീരുമാനമാണെങ്കിൽ ഞാൻ തൃപ്തിപ്പെട്ടു. നിഅമത്തുകൾ വന്നിട്ടുണ്ടെങ്കിൽ പടച്ചവൻ ഇതൊരു പരീക്ഷണമാണല്ലോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് മുഖേന എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ചിന്തിക്കുന്നവനാണ് മുഅ്മിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം അവസാനിപ്പിക്കുകയാണ്, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമിൻ യുഅ്മിനൂൻ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഈ പറഞ്ഞതിലെല്ലാം പാഠമുണ്ട്. ഈമാന്റെ കുറവുണ്ടോ? ഇതൊന്നും മനസ്സിലാകത്തില്ല. ഇതിപ്പോ എന്താ പടച്ചവനെ പറഞ്ഞതെന്ന് ആലോചിച്ചു. അത് ഖുർആന്റെ കുഴപ്പമല്ല. പിന്നെ എൻ്റെ കഴിവുകേട് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കുഴപ്പം മാത്രമാണ്. പക്ഷെ ഖുർആന്റെ ആയത്തിന്റെ കുഴപ്പമല്ല. ഇതെന്താ ഈ ഖുർആൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഈമാനിന്റെ കുഴപ്പമാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? ഈമാൻ കൂട്ടുക. ഈമാന്റെ അളവ് കൂട്ടിയിട്ട് ഈ ആയത്ത് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയാതെ പറഞ്ഞു. അത്രമാത്രം ചിന്തനീയമായ ആശയങ്ങളായിട്ടാണ് ഖുർആൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. മുസ്ലിം ലോകത്തിന് നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെ ഹദീസിന്റെയും തിരിച്ചറിവിന്റെയും വഴിയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക്, കുഞ്ഞുങ്ങൾക്കെല്ലാം അള്ളാഹു വലിയ പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.